വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് NDPC ഗ്രൂപ്പ് ഡി പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ കംപ്ലീറ്റ്ലി ബൈ ബോത്ത് 9 ആൻഡ് 11. ഇപ്പം 9 കൊണ്ടും 11 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡിവിസിബിലിറ്റി റൂൾ അറിയണം. 9ന്റെയും 11ന്റെയും ഡിവിസിബിലിറ്റി റൂൾ അറിയണം. ഒപ്പം 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 എന്താണ്? ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 അറിയണം. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഈസ് divisible by 9. 9 ആണെങ്കിൽ ഇത് എന്താ, ഈ നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. അതുപോലെ ഡിവിസിബിലിറ്റി ഓഫ് 11 ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ. 9 ആൻഡ് 11 ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഡിവിസിബിലിറ്റി ഓഫ് 11 എന്താണ്? ഡിവിസിബിലിറ്റി ഓഫ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഓഡ് പ്ലേസിലെ ഡിജിറ്റുകളുടെ സം എടുക്കണം. ഏത് ഡിജിറ്റുകളുടെയാണ്? ഈവൻ ആൻഡ് ഓഡ് പ്ലേസിലെ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ഓഫ് 11 വരണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്ത് ചെയ്യും? ഡിവിസിബിൾ ഓഫ് 11 വരും. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദ ഡിജിറ്റ് ഇൻ ഈവൻ ആൻഡ് ഓഡ് പ്ലേസ്. ഈവൻ ആൻഡ് ഓഡ് പ്ലേസ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഈ 0 അല്ലെങ്കിൽ എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് ഓപ്ഷൻ ബി ഒന്ന് നോക്കാം. 1 + 0 + 0 + എന്താണ്? 9 + 8 എന്നല്ലേ തന്നിരിക്കുന്നത്. ഇതെന്താണ്? 18 ആണ്. 18 ഡിവിസിബിൾ ബൈ 9 ആണോ? ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് നോക്കാം. ഈ 9 ആണല്ലോ കിട്ടുന്നത്. ഇനി ഇത് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുക്കാം. 108 അല്ലെ? 108. പിന്നെ ഇതാണ് 9 + 0. അപ്പൊ 9 - 108 എന്ന് പറയുമ്പോ എന്താണ്? 9. അപ്പൊ എന്താണ്? 0 വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ എന്താണ്? ഡിവിസിബിൾ ബൈ 11 ആണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ആൻസർ. അപ്പൊ ഓപ്ഷൻസ് എടുത്ത് ഇതിങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9? അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോന്നും എന്ത് ചെയ്യുക? സം എടുത്ത് നോക്കുക. അപ്പൊ സം എടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഡിവിസിബിൾ ബൈ 9 ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻസ്? ഇവിടെ നോട്ട് ഡിവിസിബിൾ ബൈ 9. അപ്പൊ എല്ലാം ഡിവിസിബിൾ ബൈ 9 ആണ്. അതിൽ ഏതോ ഒരെണ്ണം ഡിവിസിബിൾ ബൈ 9 അല്ല. അപ്പൊ സം എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ. 9 1 10, 14 18. സം ഡിവിസിബിൾ ബൈ 9. ഇവിടെ 14 3 17, 18 19 20 27 ആണ് ഇവിടെ വരുന്നത്. ഇവിടെയാണെങ്കിൽ എത്ര വരും? 5 3 8 2 10 15 18. അതും ഡിവിസിബിൾ ബൈ 9 ആണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് 21 ആണ് വരുന്നത്. അത് ഡിവിസിബിൾ ബൈ 9 അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇവിടെ ഓപ്ഷൻസ് ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 നോക്കണം. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് കൊണ്ടാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ നോക്കിയാൽ മതി. അപ്പൊ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8 എന്താണ്? ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 8
if the last three digit of a number, if the last three digit of a number are divisible by, if the last three digit of a number are divisible by 8, then the number is completely divisible by 8 എന്ന് പറയാനായിട്ട് പറ്റും. divisible by 8 എന്ന് പറയാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഓരോന്നും എടുത്ത് നോക്കുക. 792നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 99 ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ ഇവിടെ നോട്ട് ഡിവിസിബിൾ ബൈ 8. ഏതാണ് ഡിവിസിബിൾ ബൈ 8 അല്ലാത്തത്? ഇപ്പൊ 112/8 എടുക്കുക. ഇതിൽ നിന്ന് 112/8 എടുക്കുക. അപ്പൊ എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇവിടെ 14 കിട്ടും. അതെന്താണ്? അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഇവിടെ 792/8 ആണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 9 8 72, പിന്നീട് ഇവിടെ 7 ഉണ്ട്, വീണ്ടും 9 8 72. അങ്ങനെയാണ് ഇവിടെ 14. ഇതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണ്. അടുത്ത ഓപ്ഷൻ ഏതാണ്? 412/8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോയിന്റ് വരും. ഇവിടെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. പിന്നീട് 552/8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 5 6 8 48, 8 9 8 72. ഇതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ ഈ ഓപ്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് ഓർക്കുക. If the 7-digit number 504x 53 is divisible by 11, then one of the values of the sum of x and y is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സിന്റെയും ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ എക്സ് ആൻഡ് വൈയുടെ ഏതെങ്കിലും ഒരു വാല്യൂ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 11 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് സം എടുക്കണം. അപ്പൊ 0x y എന്ന് കിട്ടും അല്ലെ? 0 + x + y മൈനസ് 5 4 5 3, 5 + 4 + 5 + 3. ഇത് ചെയ്യുമ്പം x + y - 17 എന്ന് പറയുന്നത് 0 കിട്ടണം. 11 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുകയാണെങ്കിൽ 0 കിട്ടണം. അപ്പൊ x + y എന്ത് കിട്ടും? x + y 17 കിട്ടും. അപ്പം സം ഓഫ് x + y എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. അപ്പൊ ഇവിടെ സം ഓഫ് x + y അല്ലേ ചോദിച്ചിരുന്നത്. നമുക്ക് സം ഓഫ് x + y എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 17 ആയിട്ട് കിട്ടും. അടുത്ത ഈ 11 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. then what is the value? 3k + 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 11 ഡിജിറ്റ് ഒരു നമ്പർ 88p554085k6 എങ്കിൽ k = p എന്ന് തന്നിട്ടുണ്ട്. ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? 72. then what is the value of 3k + 2p എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 72 എന്ന് പറഞ്ഞാൽ 8 × 9 അല്ലേ? 8 9 72 അല്ലേ? അപ്പൊ 8 കൊണ്ടും ഡിവിസിബിൾ ആകണം, 9 കൊണ്ടും ഡിവിസിബിൾ അല്ലേ? അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ എന്താണ്? 0 കിട്ടണം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. അതാണ് 8ൻ്റെത്. 9ൻ്റെത് നമുക്കറിയാം സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് പിന്നെ കേക്ക് നമ്മൾ എന്ത് ചെയ്തു? 3 എന്നങ്ങ് പുട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കേക്ക് എന്ത് ചെയ്തു? 3 എന്നിട്ട് കൊടുത്തു. അപ്പൊ കേക്ക് 3 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ കേക്ക് നമ്മൾ 3 എന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ 536 അല്ലേ കൊടുത്തേ? 536/8 എത്ര കിട്ടും? ഇവിടെ 67 ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണല്ലോ ഇവിടെ കിട്ടുന്നത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് വാല്യൂ പിക്ക് ആണ് കൊടുക്കുന്നത്. പിക്ക് 2 ഇട്ട് കൊടുത്തു നോക്കൂ. 8 + 8 + 2 + 5 + 5 + 4 + 0 + 8 + 5 + 3 + 6 എന്താണ്? ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 കിട്ടുമോ നോക്കണം. അപ്പൊ 8 കിട്ടും, 16 17 18 2 20 23 5 28 32 40 45 48 50 56/9 എത്രയാണ്? 8 5 9 45 6 54. അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണോ ഇവിടെ കിട്ടുന്നത്? ഇവിടെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 54 ആണ് ഇവിടെ സം കിട്ടുന്നത്. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? പിക്കും
പിക്കും വാല്യൂ കിട്ടി, കെക്കും വാല്യൂ കിട്ടിയില്ല. പിക്ക് 2 എന്നും കിട്ടി, കെക്ക് എന്ത് കിട്ടി 3 എന്നും കിട്ടി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ഇൻറ്റു കെയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക, പ്ലസ് 2 ഇൻറ്റു പിയുടെ ഭാഗത്ത് 2 കൊടുക്കുക. അപ്പൊ 3 9 2 4 13 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, if the number ഒരു നമ്പർ തന്നിട്ടുണ്ട്, is divisible by 8, then find the least value of y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നമ്പർ തന്നിട്ടുണ്ട്, അത് ഡിവിസിബിൾ ബൈ 8 ആണ്. അപ്പം ലീസ്റ്റ് വാല്യൂ ഓഫ് y എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വൈയുടെ വാല്യൂ നമുക്ക് കണ്ടെടുക്കാം. അപ്പൊ നമുക്കറിയാം എന്താണ് ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത് അല്ലേ. 4/6 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യണം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കണം അല്ലെ. അപ്പൊ 4/6 ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും, അപ്പൊ ലീസ്റ്റ് വാല്യൂ 416 ഇട്ട് ചെയ്ത് നോക്കൂ. 1 8 8 5 8 40 കിട്ടും. 16 2 8 16 കിട്ടും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ 8 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ട്. അപ്പൊ ഏതാണ് ലീസ്റ്റ് വാല്യൂ 5? ഇവിടെ 1 കിട്ടത്തില്ലേ, 5 ആയിട്ട് കിട്ടും. if the 15 ഡിജിറ്റ് നമ്പർ, ഒരു 15 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്, ഒരു വലിയ 15 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 15 ഡിജിറ്റ് നമ്പർ ഇതാണെങ്കിൽ ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിത് ഇതിന്റെ ഈ എ ഒഴിച്ച് ബാക്കിയല്ല അതിന്റെ കൂടെ സമ്മം എടുക്കണം. 5 4 9 21 25 28 33 39 46 54 63 66 70 കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, 70 എന്നാണോ ഇവിടെ നമുക്ക് സംഖ്യ കിട്ടുന്നതെന്ന് ഒന്നും കൂടി നോക്കുക. ഇപ്പം നമുക്ക് 15 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? അപ്പം 5 4 9 12 9 എത്രയാണ് 21 25 3 28 33 39 46 54 54 എത്രയാണ് 6 60 63 66 70 എന്നാണ് ഇവിടെ കിട്ടുന്നതല്ലോ. 7 ഈ ക്വസ്റ്റ്യൻ ഇവിടെ 87 ഇട്ട് നോക്കാം. അപ്പൊ 87 ആണ് ഇവിടെ വരുന്നത്. 87 ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, a പ്ലസ് 68 ആണ് കിട്ടുന്നത്. a പ്ലസ് 68 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂ കിട്ടണം. ഇത് എന്താണ്, ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ ഇതുകൊണ്ട് ഡിവിസിബിൾ ബൈ 9 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താലും 9 കൊണ്ട് ഡിവിസിബിൾ ആകുമോ നോക്കാം. 68ന്റെ കൂടെ 69/9 ചെയ്താൽ കിട്ടുമോ? ഇല്ല. 72 ചെയ്താൽ കിട്ടും. അപ്പൊ എക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യ കിട്ടും. അപ്പൊ ഇവിടെ എക്ക് എന്താണ്, അപ്പൊ എക്ക് 4 കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ വാല്യൂ ഓഫ് എ എന്താണ് ഇവിടെ 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. When a number n is divided by 5, the remainder is 2. When n square is divided by 5, then the remainder will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് n ഏതൊരു സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 കിട്ടി. അപ്പൊ നമുക്ക് 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 കിട്ടുമല്ലോ, കിട്ടും. അപ്പൊ ഈ n സ്ക്വയർ, അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ 7 ആണ്. n സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ 4 അല്ലേ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. How many numbers of the first 100 positive integers are divisible by 3 or 4 without a remainder? 3 or 4 കൊണ്ട് ആദ്യത്തെ 100 പോസിറ്റീവ് നമ്പർ ഇന്റിജേഴ്സിൽ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് 3 കൊണ്ടോ 4 കൊണ്ടോ നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. 100ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ട്? 33 നമ്പർ അല്ലേ ഉള്ളത്. 3 33 99 വരും. അതുപോലെ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 25 നമ്പറുകളുണ്ട്. അത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇത് 4 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? 12 അല്ലേ LCM.
അപ്പൊ 100/12 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 12 96 കിട്ടും അല്ലെ? 96 കിട്ടും. അപ്പൊ ഇത് രണ്ടും 3ഉം 4ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. കോമൺ ആയിട്ട് 8 എണ്ണം ഉണ്ട്. അപ്പൊ 33 + 25 - 8 ചെയ്യുമ്പോഴല്ലേ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്നത്. അപ്പൊ എത്ര കിട്ടും? 50 എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. How many numbers between 1 and 700 are completely 7/17 ആണ്? കംപ്ലീറ്റ്ലി ഡിവൈഡ് ബൈ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 1ന്റെ ഇടയ്ക്കും 700ന്റെ ഇടയ്ക്കും എക്സാക്ട്ലി 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെ കണ്ടുപിടിക്കണം. അപ്പം 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ 34 ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സീരീസ് 697 വരെയാണ് പോകുന്നത്. 700ന് മുമ്പ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 697ലാണ്. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് ടോട്ടൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ a+n-1 × d ചെയ്താൽ മതിയല്ലോ. അപ്പൊ a എത്രയാണ്? 17. n ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? നമുക്കറിയില്ല. n-1 × d എത്രയാണ്? 17. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ സം ഓഫ് നമ്പേഴ്സ് നമുക്കിവിടെ അറിയാം. നമുക്ക് ഇവിടെ എന്ത് Tn ആണ്? Tn എന്ത് ടേം ഈക്വൽ ടു a+n-1 d ആണ്. Tn എന്ന് പറയുന്നത് 697 ആണെന്നറിയാലോ. അപ്പൊ Tn 697 ആണ് a+n-1 × d എന്ന് പറയുന്നത്. അപ്പൊ 697 എന്താണ്? 697 മൈനസ് വരും. ഇവിടുത്തെ പ്ലസ് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് വരും. അപ്പൊ 680 ഈക്വൽ ടു 17n-17. അപ്പൊ ഈ 17 വീണ്ടും ഇപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ n ഇവിടെ അവസാനം സോൾവ് ചെയ്യുമ്പോൾ 41 ആണ്. എത്രയാണ്? എത്ര നമ്പേഴ്സ് 1നും 100നും ഇടയ്ക്ക് കംപ്ലീറ്റ്ലി 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 41 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇവിടെ ഈ ഒരു സംഖ്യ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് നോക്കാം. 9 + 2 + 8 + 6 3 + 8 3 + 4 + 6 അങ്ങനെയാണല്ലോ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ ഒന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ്? 9 + 2 + 8 + 6 - 3 + 4 + 6 ചെയ്യുമ്പം എത്ര കിട്ടും? ഇവിടെ 25 - 7 + 6 എന്ന് കിട്ടും. അപ്പൊ ഇത് ചെയ്യുമ്പോ എന്ത് ചെയ്യും? 11 എന്ന് കിട്ടും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഇനി എന്ത് ചെയ്യാം? 18 - 6 18 - 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ആണ്. എക്സിന്റെ വാല്യൂ ഇതിൽ നമുക്ക് 18 - 11 എന്ത് കിട്ടും? 7 എന്ന് സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഡിജിറ്റ് എക്സിന്റെ വാല്യൂ എന്താണ്? ഇവിടെ 7 എന്നുള്ളതാണ് ഡിജിറ്റ് 8ന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 13? 13 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പറാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളത്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്കിവിടെ പറഞ്ഞത് 3 ഡിജിറ്റ് നമ്പർ. അപ്പൊ 3 ഡിജിറ്റ് ഏറ്റവും വലിയ നമ്പർ 1000 ആണ്. അപ്പൊ 1000 എന്തുകൊണ്ടായാലും 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് 999 ഉണ്ട്. ഈ 999 1000 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ 1000ന് മുമ്പുള്ള 999 ആണ് 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ളത്. ഇപ്പൊ ഈ 999 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ 13 5 65 13 6 78 13 7 എന്ന് പറയുന്നത് 91 ആണ്. അപ്പൊ 7 13 91, ബാക്കി 89 ഉണ്ട്. അത് നമുക്ക് ഇവിടെ എത്ര ഡിവൈഡ് ആവും? 6 13 78 ആണ് അറിയാം. 8 11 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകുന്നുണ്ടോ? ഇതുകൊണ്ട് ഇല്ല. ഇവിടെ ആൻസർ 76 ഡിവൈഡഡ് ബൈ 11/13 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇവിടെ റിമൈൻഡർ 11? ഇതിനെ ഈ ഒരു സംഖ്യയെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നുണ്ട്? 11 ആണ് വരുന്നത് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 999 11 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ?
എത്ര കിട്ടും? 9888 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഏതാണ് ഇവിടെ ശരി? 988 ആണ്. ഏതെന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ 11 എന്ന് പറയുന്നത് 988 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് 5 ഡിജിറ്റ് വിച്ച് ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ 468. 468 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5 ഡിജിറ്റ് നമ്പർ. അപ്പം ഇപ്പൊ 4 ഇത് ഇത്ര ഇത് നമുക്ക് എന്തായി? 5 ഡിജിറ്റ് നമ്പർ ആയി. ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഇതാണോ ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്? ഇതാണോ ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എടുക്കും. ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 468 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. 468 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര വരുമെന്ന് നോക്കുക. അപ്പൊ 2 468 936 ആണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 639 കിട്ടും. വീണ്ടും ഇത് ചെയ്യുക, 468 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 7 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 17 19 കിട്ടും. 17 19 കിട്ടും നിങ്ങൾക്ക്. 17 19 കിട്ടും. 17 19 കിട്ടും. ഈ 17 19 വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് 1404 എന്ന് കിട്ടും. ഇപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 315 എന്ന് കിട്ടും. അപ്പൊ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് വിച്ച് ഇസ് എക്സാക്ട്ലി ഡിവൈഡ് ബൈ 4. അപ്പൊ ഇവിടെ 315 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ 9999 നിന്ന് എന്ത് ചെയ്യുക? 315 അങ്ങ് മൈനസ് ചെയ്താല് എത്ര കിട്ടും? 9684 എന്ന് കിട്ടത്തില്ലേ? 999684 എന്ന് കിട്ടും. 5 ഡിജിറ്റ് നമ്പർ. അപ്പൊ 99684 എന്നാണ് നമുക്ക് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. 99684 എന്നാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഫൈൻഡ് ദ 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 83. 83 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഏതാണ്? 4 ഡിജിറ്റ് നമ്പർ എന്നാണ് ചോദിക്കുന്നത്. 4 കൊണ്ട് 83 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 4 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 83 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 4 ഡിജിറ്റ് നമ്പർ. അപ്പൊ 83 എന്ന് ലേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എടുക്കുക, 9999. ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ 83 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 83 ചെയ്യുമ്പോഴത്തേക്ക് 16 ശിഷ്ടം വരുന്നു 9. അപ്പൊ ഇവിടെ വീണ്ടും 83 ഒരു വട്ടമല്ല ഉള്ളൂ. 83 × 2 എത്ര? 163 വരും അല്ലേ? 26 8 166. അപ്പൊ നമുക്ക് ഇവിടെ 283 166 എന്ന് കിട്ടും. അപ്പം നമുക്ക് 39 കിട്ടും റിമൈൻഡർ. അപ്പൊ ഈ 9999 നിന്ന് 39 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9960 ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. 9960 ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. 250-നും 1000-നും ഇടയ്ക്ക് 250-നും 1000-നും ഇടയ്ക്ക് 5ഉം 6ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5ഉം 6ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട് 250-നും 1000-നും ഇടയ്ക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5ഉം 6ഉം 7ന്റെയും LCM കണ്ടുപിടിക്കണം. അപ്പൊ LCM കണ്ടുപിടിക്കാലോ. LCM കണ്ടുപിടിക്കുക. അപ്പൊ നമ്മള് LCM കണ്ടുപിടിച്ചു. 7 × 35 210. അപ്പൊ നമുക്കെന്ന് പറയുന്നത് ഈ സംഖ്യകൾ എങ്ങനെയായിരിക്കണം? 210ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ആദ്യം 210, രണ്ടാമത് 420, പിന്നീട് 630, 840 ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം 250-നും 1000-നും ഇടയ്ക്ക് എത്ര ഉണ്ടെന്നാണ്. അപ്പൊ 250 എന്ന് പറയുമ്പോൾ 3 അല്ല വരത്തുള്ളൂ, 3 നമ്പേഴ്സേ വരത്തുള്ളൂ. 1 2 3. ഇത് 250-ന്റെ ഇടയ്ക്കല്ല, അതുകൊണ്ട് ഇത് പോയി. അപ്പൊ 3 നമ്പേഴ്സ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 3 നമ്പേഴ്സ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.